ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. കൈവശമുണ്ടോ? കൈവശം എന്ന് പറയുന്നത് ജ്യോത്സ്യന്മാരുടെ ഒരു വലിയ തട്ടിപ്പാണോ? ഇത് കിട്ടിക്കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? എന്തെങ്കിലല്ലേ കിട്ടിയാൽ എന്ന് പറയാൻ പറ്റുള്ളൂ. അതോ ഇത് വേറെ ഒരു ഡിഫൻസ് മെക്കാനിസം മാത്രമാണോ? ഡിഫൻസ് മെക്കാനിസം ഇസ് എ കൺസെപ്റ്റ് ഓഫ് സൈക്കോളജി. അപ്പൊ ഇതൊക്കെ ഈ വീഡിയോയിൽ ഒന്ന് കാണാം. ചിലപ്പോൾ വീഡിയോ അല്പം നീണ്ടു പോയേക്കാം. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. നമ്മളെ പ്രശ്നം വെക്കുന്ന ഒരു രീതിയിൽ കൈവശം എന്ന് പറയുന്നത് ഒരു ദോഷമാണ്. അതായത് പ്രശ്നം വെക്കുന്ന രീതി ഞാൻ മുന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. പ്രച്ഛ നിർഗമ മാർഗമന്തിരഗതി പ്രശ്നക്രിയാ സംഭവം എന്ന് പറഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് പ്രശ്നം നോക്കണേ എന്നിട്ടുണ്ട്. അതാണ് ട്രഡീഷണൽ രീതി. ഇത് പഠിച്ചവരാണ് പ്രശ്നം വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഠിക്കാത്തവരും ചിലപ്പോൾ പ്രശ്നം വെക്കുന്നുണ്ടാവും കേട്ടോ. ഇത് പഠിച്ചവരാണ് പ്രശ്നം സാധാരണ വെക്കാറ്. ഏത് ആരൂഢായാലും ചില ആരൂഢങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതിനെപ്പറ്റി വീഡിയോയിൽ വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി പോകും എന്നുള്ളതുകൊണ്ട് വേറൊരു തരത്തിൽ മറ്റാരൂഢങ്ങളെ കുറിച്ച് പറയാം. പ്രത്യേകിച്ച് ജാമക്കോള് ആരൂഢം, അക്കാരൂഢം, സംഖ്യാരൂഢം, അതുപോലെ താമ്പൂലാരൂഢം ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്. എങ്കിലും ഇതില് 18 ദോഷങ്ങൾ നമ്മൾ പഠിക്കുന്നതുള്ളാണല്ലോ. ദേവർവാ ധർമ്മദേവേ പിതൃ ഫണിഫിർ ബ്രഹ്മണേ പ്രേതഭൂതേ പീഡായ സകൃദാസ തദനുഭവതി ദിർഭവ വാഗ്ഭവ യാസ്യത് ഭൂയോ വിഷോ എന്ന് പറഞ്ഞാൽ വിഷോത്ത പുനരിഹുഭവതി യാസകൃദാസ പ്രമാണം ഞാൻ എപ്പോഴും പറയണം. വിഷം എന്ന് പറഞ്ഞാൽ കൈവിഷം എന്ന് മലയാളത്തിൽ പറയും. ഇത് കണ്ടുപിടിക്കണം എങ്ങനെയാ? മിത്രേ പുത്രേ സപ്തമേവ അഷ്ടമേവ, മിത്രേ പുത്രേ സപ്തമേ അഷ്ടമേവ എന്ന് പറയാം. മാന്തോ വാഹോ, വാഹു എന്ന് പറഞ്ഞാൽ രാഹു, മാന്തോ വാ രാഹോ തിഷ്ടതി ക്ഷോള ഭുക്തി. ഭുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിക്കുക. ക്ഷോള ഭുക്തി. ക്ഷ എന്ന് പറഞ്ഞ ബീജം നിങ്ങൾക്ക് അറിയാലോ. ക്ഷ എന്ന് പറഞ്ഞാല് ക്ഷീപ ഓം സ്വാഹ എന്നുള്ള മന്ത്രം കേട്ടിട്ടുണ്ടാവും. ഗരുഡ മന്ത്രമാണ്. ക്ഷോളം, കുഴപ്പമുള്ള ഭക്ഷണം കഴിച്ചു എന്നർത്ഥം. വിഷമുള്ള ഭക്ഷണം. ക്ഷോളഭുക്തി എന്ന് പറഞ്ഞാൽ വിഷഭക്ഷണം കഴിച്ചു എന്നർത്ഥം. അത് വിഷഭക്ഷണം കഴിച്ചാൽ വയറ്റിൽ കാണണ്ടേ അല്ലെ? വയറ്റിന് ദോഷം ഉണ്ടാവും എന്നുള്ളതല്ലേ? അപ്പൊ പിന്നെ ഈ കൈവശം കഴിച്ചാല് ദാരിദ്ര്യം സംഭവിക്കുക, അതിനൊക്കെ കൈവശം വരുമോ? അപ്പൊ ഇതിങ്ങനെ ഒരു ദോഷം വന്നു കഴിഞ്ഞാൽ ആ ദോഷത്തിന്റെ എഫക്റ്റ് ആദ്യം മനസ്സിലാക്കണം ജ്യോതിഷന്മാര്, സാധാരണ ആൾക്കാർ. അപ്പൊ ദേവർവ എന്ന് പറഞ്ഞാൽ ദൈവദോഷമാണെങ്കിൽ അതിന്റെ എഫക്റ്റ് ഇന്നതായിരിക്കും. ദൈവിക ദോഷമാണെങ്കിൽ, ധർമ്മദൈവ കോപമാണെങ്കിൽ അതിന്റെ ദോഷം ഇന്നതായിരിക്കും. സന്താനങ്ങളെ ആയിരിക്കും ബാധിക്കുക എന്നും, ദേവകോപമാണെങ്കിൽ കാര്യതടസ്സമായിരിക്കും എന്നും, പിതൃദോഷമാണെങ്കിൽ അപകടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പല പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട്. ശത്രുദോഷമാണെങ്കിൽ ചിലപ്പോ സാമ്പത്തിക പ്രശ്നങ്ങളും ബ്ലോക്കൊക്കെ ഉണ്ടായിരിക്കാം. ബിസിനസ് എടുത്തണെങ്കിൽ ബിസിനസ് നശിക്കാം. അങ്ങനെ ഓരോ ദോഷത്തിനും ഫണി. സർപ്പദോഷമാണെങ്കിൽ എന്താ സംഭവിക്കുക? ശരീരത്തിൽ ചൊറിച്ചിലും അതേപോലെ പാട പോലെയുള്ള പ്രശ്നങ്ങളും കുടലിന് പ്രശ്നങ്ങളും വേദനകളും. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇത് ചിന്തിക്കുക. അല്ലാതെ ക്ഷോളഭുക്തി എന്ന് പറഞ്ഞിട്ട് ഫിനാൻഷ്യൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് കുഴപ്പം വരിക. അപ്പോ ഇതിപ്പോ ഞാനൊന്ന് ഒരു ഹിന്റ് മാത്രം തന്നതാ. ദൈവ കോപം എന്ന് പറഞ്ഞതിന് എന്തൊക്കെ പ്രശ്നം നടക്കാനിരിക്കുന്നുണ്ട് എന്നുള്ളൊരു മൊത്തം. ഇന്നത് വന്നാൽ മാത്രമേ അത് എഫക്റ്റ് ആവുള്ളൂന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ഒരു ജാതകം കൃത്യമായ രീതിയിൽ നോക്കിയിട്ട് അതില് ദശ ഓക്കെയാണ്, അടിപൊളിയാണ്, എന്നിട്ടും കുഴപ്പമുണ്ടാവണമെങ്കിൽ ഇത് നോക്കിയാൽ മതി. അതല്ല നിങ്ങളുടെ ദശ 6-ാം ഭാവാധിപന്റെ 8-ാം ഭാവാധിപന്റെ ദശ, ഗുളിക ഭവനാധിപന്റെ ദശ,
അതും പവർഫുൾ അല്ലാത്ത ശത്രുഗ്രഹങ്ങളുടെ ദൃഷ്ടിയുള്ള ദശ, ശത്രുഗ്രഹ യോഗമുള്ള ദശ, രാഹുവിന്റെ ദശ, കേതുവിന്റെ ദശ. ദശയോ അപഹാരോ, ദശയല്ല പ്രധാനം, അപഹാര ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ അസ്ട്രോളജി പ്രകാരം. ഞാൻ കൂട്ടിക്കലർത്തി പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഈ അപഹാരങ്ങൾ പ്രശ്നമാണെങ്കിൽ ഓൾറെഡി കുഴപ്പമുണ്ടാവും. ഏത് ഭാവമായിട്ട് കണക്ട് ആയിരിക്കുന്നുവോ, ഏതൊക്കെ ഭാവമായിട്ട് കണക്ട് ആയിരിക്കുന്നുവോ, ഏത് ആദായ ഭാവം, ഏത് ആധേയ ഭാവം എന്ന് കണക്കാക്കി ആദായമാണോ ആധേയമാണോ, അതായത് ഉൾത്തുടർവാണോ വെളിത്തുടർവാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് നിങ്ങളിലാണോ കുഴപ്പമുണ്ടാക്കുന്നത് അതോ മറ്റുള്ളവരില് നിങ്ങളോട് വൈരാഗ്യവും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണോ, വെളിത്തുടർവാണോ ഉൾത്തുടർവാണോ എന്ന് കൃത്യമായിട്ട് നല്ല ഷാർപ്പായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ജാതകത്തിൽ പ്രശ്നം ഇല്ലാതിരിക്കെ കുഴപ്പം വരുമ്പോൾ മാത്രമാണ് പ്രശ്നം ഉരുട്ടാൻ പോകാൻ പാടുള്ളൂ. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ജാതകത്തിൽ നല്ല സമയം നമ്മൾക്ക് ബാഡ് ഫീൽ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നോക്കാം. അതും ശരിക്കും നല്ല നോളജുള്ള, ഭയങ്കര നെഗറ്റീവായിട്ട് പറയാത്ത ആളുകളുടെ അടുത്ത് പോയി നോക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കഷ്ടകാലം പിടിച്ചവൻ പോളി ജോത്സ്യനെ പോയി കണ്ട് ജ്യോത്സ്യം പറയണ വാക്ക് കേട്ടിട്ട് ഇവൻ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതയും വരും. അപ്പോ നിങ്ങൾ ചോദിക്കുക, എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഇതില്ല എന്നാണോ എന്ന്? അതല്ല ഞാൻ പറഞ്ഞോ, ഇതിന്റെ പ്രമാണം മിത്രേ പുത്രേ സപ്തമേ അഷ്ടമേ മാന്തോ ആഹോ തിഷ്ഠതി ഷോളഭുക്തി. ഇപ്പൊ ഞാൻ പറയണത് ചിലപ്പോ കേട്ട് പഠിച്ച, ചെറുപ്പത്തിലെ കേട്ട് പഠിച്ചതും കേട്ട് എഴുതി തന്ന് പഠിച്ചതും കൊണ്ട് ചില വാക്കുകൾ അങ്ങോട്ട് മാറാം. പക്ഷെ ഞാൻ പറയണ സംസ്കൃതത്തിലെ മീനിങ് കറക്റ്റ് ആയിരിക്കും. മിത്രേ പുത്രേ 4, 5. മിത്ര എന്ന് പറഞ്ഞാൽ 4ാം ഭാവം, പുത്ര എന്ന് പറഞ്ഞാൽ 5ാം ഭാവം, സപ്തമേ എന്ന് പറഞ്ഞാൽ 7ാം ഭാവം, അഷ്ടമേ എന്ന് പറഞ്ഞാൽ 8ാം ഭാവം. മാന്ദ്യോ വാഹോ തിഷ്ഠ, മാന്തി രാഹുവിനോട് യോഗ ദൃഷ്ടിയാദികളോട്, അതായത് മാന്തി ഗുളികന്റെ വർഗത്തില് നിൽക്കുകയാണെങ്കിൽ ഷോളഭുക്തി. ഇനി ആര് തന്നൂന്നും കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇതിലുണ്ട്. കണിയാന്മാരുടെ അടുത്ത് പഠിച്ചിട്ടുള്ളവരും ട്രഡീഷണൽ പഠിച്ചിട്ടുള്ളവരും, ഇപ്പൊ ഞങ്ങളുടെയൊക്കെ പരമ്പരയില് അപ്പനപ്പൂവുമായിട്ടൊക്കെ ആയിട്ട് ജ്യോത്സ്യന്മാരൊക്കെ ആയിരുന്നു. അതല്ല, പഴയ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പഠിച്ചുള്ളവരും പറയും, നിങ്ങളെ കൈവശം ഒറിജിനൽ ഉണ്ടെങ്കിൽ വയറുവേന പ്രശ്നങ്ങളൊക്കെ വന്നുമ്പോഴേക്കും ഇത് നോക്കിയാൽ മതി. 2 ചൊറിച്ചിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോ, അല്ലാണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലം എന്ന് പറഞ്ഞ കൈവശം നോക്കിക്കരുത് എന്നൊക്കെയാണ് പഴയ ആശാന്മാർ പറയുന്നത്. 2ാമത്തെ കേസ്, കൈവശം ഉണ്ടെങ്കിൽ ആരാ തന്നേന്ന് കൃത്യമായിട്ട് വല്ല ബന്ധുക്കളൊക്കെ ആണെങ്കിൽ അത് പറയരുതെന്ന് പറയാം. അല്ലെങ്കിൽ ചില ബന്ധുക്കളും അതിനെ കുറച്ച് ഒരു ഫോഴ്സ് കുറച്ച് പറയണമെന്ന് പറയാം. അല്ലെങ്കിൽ തല്ലുകൊടുത്തുണ്ടാവും, തീർച്ചയായിട്ടും സൈക്കോളജിക്കലി തല്ലുകൊടുത്തുണ്ടാവും. പക്ഷെ ഇത് ഇല്ലാന്നാണ് പറയണെങ്കിൽ, ഇനിയിപ്പോ ചില ജ്യോത്സ്യന്മാർ പറയണേ, എടാ ഇതൊക്കെ തട്ടിപ്പാണ്, കൈവശം എന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിൽ അപ്പൊ പ്രശ്നമാർഗം ബാക്കി പറഞ്ഞാൽ മാത്രം എടുത്താൽ മതിയോ? ഇത് പ്രമാണം ഒഴിവെച്ച് വെച്ചിട്ടാണ് ഇത് പറയണേ. ഇപ്പൊ തമിഴ് അസ്ട്രോളജി ആണെങ്കിൽ പ്രമാണമൊന്നും പറയാറില്ല. ഇത് കാരണം ഗ്രഹം ഇന്ന ഗ്രഹത്തുടർവുകളെ കൊണ്ട് ഇന്ന ദോഷം, അതിനൊരു ലോജിക് ഉണ്ട്. തമിഴ് അസ്ട്രോളജിക്ക് വ്യക്തമായ ലോജിക് ഉണ്ട്. പരാശര സിസ്റ്റം അനുസരിച്ചിട്ട് ഇന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ അത് വിഷത്തെ കാണിക്കുന്ന ഗ്രഹമാണ് രാഹു. അത് ഗുളികനോട് കൂടെ നിന്ന് കഴിഞ്ഞാല് ആ വിഷം വേറെ ഏതെങ്കിലും ആളാൽ തരപ്പെട്ടതാവാനുള്ള സാധ്യത കൂടും എന്നുള്ളതാണ്. ശനിയുടെ പുത്രനാണ് ഗുളികൻ. അതാണ് അതിന്റെ ഒരു ലോജിക്ക്. ഇത് ഒരു പ്രമാണവും പഠിക്കാണ്ട് തമിഴ് അസ്ട്രോളജി പ്രകാരം ഇതെല്ലാ ദോഷങ്ങൾ 18 അല്ല, അതിലിഷ്ടമാതിരി ദോഷങ്ങൾ കാണുകയും ആരെ കൊടുത്തതെന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും. പ്രമാണമില്ല. എന്നാൽ കേരളത്തിലെ അസ്ട്രോളജി പ്രകാരം പ്രമാണം എഴുതി വെച്ചേക്കല്ലേ, ദേവർവാ ധർമ്മദേവേ പിതൃ ഭണിബിർ ബ്രഹ്മണെ പ്രേതബുധി എന്ന് പറഞ്ഞ് പ്രശ്നമാർഗത്തിലെ ഈ ശ്ലോകം വെച്ചിട്ട് പറയുമ്പോൾ ബാക്കിയുള്ളത് മാത്രം എടുത്താൽ മതി. ഇത് എടുക്കണ്ടയോ? അപ്പൊ ഇഷ്ടമുള്ളത് മാത്രം, ഒരു ജ്യോത്സ്യന് ഇഷ്ടമുള്ളത് മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ളതൊന്നും ഇല്ലാന്നാണ്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ വെറും ഒരു ഭോഷ്കാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും ഫോഷ്കല്ലേ. ഹിന്ദുസത്തിലെ ദേവതയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തിനീ കല്ലിനെ ആരാധിക്കാൻ പോണത്? ഞാനിത് ചോദിക്കണത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെയും ചോദിക്കണ്ടേ. എന്തിനാ കല്ലിനെ ആരാധിക്കാൻ പോണത്? ദൈവം ഉണ്ടോ? ഇത് ദൈവമാണോ ദേവതയാണോ? എന്തിനാ അമ്പലത്തിൽ പോണേ? എന്തിനാ ഈ പൊട്ടു കൊടണം? എന്ത് ഗുണം കിട്ടും? വല്ലതും കിട്ടുമോ? ഈ ഹിന്ദുസ് എന്ന് ഞാനിതൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് കേട്ടാ. ഞാൻ പറഞ്ഞ പോയിന്റ് മാത്രം എടുക്കുക. ഇതിന്ന് കട്ട് ചെയ്തിട്ട് അത് ഇയാള് പറഞ്ഞെന്ന് പറയണ്ട. ഇത് പറയാൻ പോണ സംഭവം ചില കാര്യങ്ങൾ ഈ ഹിന്ദുയിസത്തിൽ പറയുന്ന
അല്ലെങ്കിൽ നമ്മളുടെ പാരമ്പര്യത്തിൽ, ഹിന്ദുയിസം ഞാൻ ഉപയോഗിക്കുന്നില്ല, നമ്മളുടെ പാരമ്പര്യത്തിൽ പറയുന്ന കാര്യങ്ങളിൽ മൊത്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്ന് ഇടയിൽ നിന്ന് ചില കാര്യം മാത്രം എടുത്താൽ മതിയാ. പ്രശ്നം പറയുന്ന ഇത്തരം കാര്യങ്ങളാണെങ്കിൽ ഒന്നില്ലെങ്കിൽ പ്രശ്നം നോക്കാതിരിക്കുക അങ്ങനെയുള്ളവര്, അല്ലെങ്കിൽ പ്രശ്നത്തിലെ കാര്യങ്ങൾ എടുക്കാതിരിക്കുക, അതിൽ തന്നെ ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുത്താൽ മതിയോ എന്നുള്ളതാ. അപ്പൊ വേറൊരു കാര്യം പറയുന്നു, പ്രശ്നം കൈവശം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അതെന്നൊക്കെ ഏതെങ്കിലും ജ്യോത്സ്യന്മാരൊക്കെ പറയുകയാണെങ്കിൽ കൈവശം കിട്ടിയിട്ടാണ് നിനക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം കൈവശം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പ്രോബ്ലം ഉണ്ടാവുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ ബുക്കിലൊന്നും കാണുന്നില്ല, കൈവശം കിട്ടിയതിന്റെ പ്രോബ്ലം ഒന്നും, പ്രശ്നമാർഗത്തിൽ തപ്പി നോക്കി കഴിഞ്ഞാൽ കാണണമെന്നില്ല. അതാണ് വിഷയം. അപ്പൊ കൈവശം ഇത് വലിക്കുമെന്ന് പറഞ്ഞ വയറിന്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് വിഷം കിടക്കുമോ ഇത്ര നാള്, അത് നോക്കിയാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെയാണ് കോസ്മിക് എഫക്റ്റ് ആണ് പറയുന്ന. കോസ്മിക് എഫക്റ്റ്, കോസ്മിക് എഫക്റ്റോ ഇതെന്ത് കുന്തമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ, ഈ അസ്ട്രോളജി തന്നെ ബേസ് ചെയ്തേക്കുന്നത്, അസ്ട്രോളജി വലിക്കണത് എങ്ങനെയാ, വല്ലോടത്തും വല്ല ഗ്രഹങ്ങൾ ഉരുണ്ട്, അല്ലെങ്കിൽ പ്ലാനറ്ററി സിസ്റ്റത്തിന്റെ അകത്ത് വല്ല ഗ്രഹങ്ങൾ ഉരുണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വ്യത്യാസം വരും? രാത്രിയും പകലും ഉണ്ടാവും, സമ്മതിച്ചു. ചന്ദ്രനെ കാണാൻ പറ്റും. ഈ തരത്തിൽ തുടങ്ങി വെച്ച സംഭവമാണോ ഇത് എന്ന് ചിന്തിക്കേണ്ടി വരില്ലേ? പ്രഥമ ദ്വിതീയ തൃതീയ അനുസരിച്ചിട്ട് പൗർണമി ആവുന്നവരെ ബോഡിയിലും വാട്ടർ കണ്ടന്റിന് ചേഞ്ച് വരുമെന്ന് കണ്ടുപിടിച്ച് അങ്ങനെയാണോ ഇത് വന്നതെന്ന് വെച്ചാൽ, ഇത് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു മിത്തായിട്ട് കണക്ട് ചെയ്ത്, സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്തല്ലേ വരുന്നത്. ശിവപെരുമാനം ഉമാദേവി സുബ്രഹ്മണ്യൻ അഗസ്ത്യർക്കും ഉപദേശിച്ച ആ പരമ്പരയിലൂടെ വന്നേക്കല്ലേ. അപ്പൊ ഞങ്ങള് തമിഴ് അസ്ട്രോളജി പറയുകയാണെങ്കിൽ ഡയറക്റ്റ് അഗസ്ത്യർ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അപ്പൊ ശരകലയൊക്കെ കൃത്യമായിട്ട് കൂടുതൽ പറയും. അങ്ങനെ പറയുമ്പോൾ കോസ്മിക് എഫക്റ്റ് ആണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ദൈവകോപം എന്ന് പറഞ്ഞാൽ ഏത് ദൈവം, ഇത് ആക്ച്വലി സിദ്ധറുകൾ പറയുന്നുണ്ട് ഇവരൊന്നും ദൈവമല്ല എന്ന് വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ഡയറ്റീസ് ആണ്, ദേവതകളാണ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ശരകലയെ പഠിപ്പിക്കുമ്പോൾ എല്ലാ ആളുകളുടെ അടുത്തും പറയാറുണ്ട്, ഗോഡ് ആൻഡ് ഡയറ്റീസ് ആർ ടോട്ടലി ഡിഫറെന്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ സാധനത്തിന് ഉള്ള എഫക്റ്റ് എന്ന് പറയുന്നത് കോസ്മിക് എഫക്റ്റാ. അതെവിടെ എഫക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ചില നമ്മുടെ ബോഡിയിലെ ചക്രങ്ങൾ ഉണ്ടല്ലോ, ചക്രങ്ങളുടെ എഫക്റ്റ് എന്ന് പറയുന്നത്. വാട്ടർ ഹാസ് മെമ്മറി, കേട്ടിട്ടുണ്ടാവും. വാട്ടർ ഹാസ് ഞാനേ നിങ്ങളെ അന്ധവിശ്വാസത്തിൽ പെടുത്താൻ വേണ്ടി പറയണല്ലേട്ടാ, ഇതിന്റെ കോൺസെപ്റ്റ് പറയണമെന്നുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കൈവശമുള്ളത് സംശയിക്കല്ലേ, അങ്ങനെയുള്ള ഒരു വീഡിയോ കാണാൻ വേണ്ട. വാട്ടർ ഹാസ് മെമ്മറി. വാട്ടർ ഹാസ് മെമ്മറിയോ? അതെന്താ? വെള്ളത്തിന് മെമ്മറി ഉണ്ടെന്നാണ് പറയുന്നത്. വെള്ളത്തിൽ മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പലതിനും അലിയാനുള്ള ഒരു ശക്തി ഉണ്ടെന്ന് കണക്കാക്കാം. ഇതിന് കോസ്മിക് പവർ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളിൽ തന്നെ പലപ്പോഴും ദേവചൈതന്യത്തെ ആവാഹിച്ചെന്നും പറഞ്ഞ് തീർത്ഥം കൊടുക്കുന്നത് പോലും. നിങ്ങൾ വാങ്ങി കുടിക്കാനല്ല തീർത്ഥം, അമ്പലത്തിൽ ചെന്നിട്ട്. അപ്പൊ ആ തീർത്ഥം കുടിച്ചുകൊണ്ട് വല്ല ഗുണമുണ്ടാ? അങ്ങനെയാണെങ്കിൽ അതിലൊരു മെമ്മറി ഉണ്ട്, ഒരു ഡിവൈൻ എനർജി അതിലേക്ക് സന്നിവേശിപ്പിക്കാൻ പറ്റും എന്നുള്ള അർത്ഥത്തിലല്ലേ. അപ്പൊ അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ അമ്പലത്തിൽ കലശാടണം എന്തിനാ? നവകം പഞ്ചഗവ്യം വെച്ച് കലശാടൂലേ? നവകലശം എന്ന് പറഞ്ഞാൽ 9 കലശം വെച്ച് ബ്രഹ്മകലശം സെന്ററിൽ വെച്ച് പൂജിച്ചിട്ട് കലശാടൂലേ? അപ്പൊ പൃഷ്ഠപൂജ മുതൽ ചെയ്ത് കലശത്തിലേക്ക് ആ ദൈവശക്തി ആവാഹിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വേറെ വല്ല സാധനം ഉണ്ടടുവേ? ഈ കലശത്തിൽ വേറെ വല്ലതും കിടക്കുവോ? വല്ലതും കാണാൻ പറ്റുമോ? ആ വെള്ളം കുടിച്ചാൽ വല്ല മാറ്റം വരുമോ? അവിടെ കോസ്മിക് എനർജിയെ വാട്ടർ കണ്ടന്റിലേക്കല്ലേ ആവാഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതും തെറ്റാണ്. ഈ അമ്പലത്തിൽ ശക്തി വിഗ്രഹത്തിന് കൊടുക്കുന്നത് എങ്ങനെയാ? കലശമാടിയിട്ടാണ് വിഗ്രഹത്തിന് ശക്തി കൊടുക്കുന്ന. അതുകൂടാതെ തന്നെ ആ വിഗ്രഹത്തിലേക്ക് ശക്തിയെ സന്നിവേശിപ്പിക്കാനായിട്ട് പീഠശക്തികളൊക്കെ ഉണ്ട്. ഷഡാധാര പ്രതിഷ്ഠയുണ്ട്. ഷഡാധാര പ്രതിഷ്ഠ, 6 ആധാരങ്ങള്, നിധികുംഭം അടക്കം കൂർമാദികള് വെച്ചുകൊണ്ട് ആധാരങ്ങളുണ്ട്. മനുഷ്യ ശരീരത്തിന്റെ രൂപത്തിൽ പഞ്ചപ്രാകാരങ്ങളെ വെച്ചുകൊണ്ടാണ് ക്ഷേത്രം ഉണ്ടാക്കിയത്. പഞ്ചപ്രാകാരം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ടെമ്പിൾ എന്ന് പറയുന്നത് ഗർഭഗൃഹം മുതല് പ്രദക്ഷിണ വഴി വരെയുള്ള ആ ഭാഗത്തെ ആ ഒന്നാമത്തെ ആയിട്ടുള്ള നിങ്ങൾ കാണുന്ന ആ കല്ലുകളൊക്കെ ഉണ്ടല്ലോ, അഷ്ടദിക് പാലകന്മാരും ഗണപതിയും വീരഭദ്രനും സപ്തമാതൃകളെ ബ്രഹ്മി
മഹേശ്വരി, വരാഹി, വൈഷ്ണവി, ഇന്ദ്രാണി, ഈ തരത്തിലുള്ള 9 മാതൃക്കളും സുബ്രഹ്മണ്യനും ദുർഗയും, ഈ തരത്തിലുള്ള ഓരോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കോസ്മിക് ലെയേഴ്സ് ആണ്. അങ്ങനെ 5 ലെയറുകള് ക്ഷേത്രത്തിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയേക്കണ ഇത് വല്ലത് കാണാൻ പറ്റുമോ? അതൊക്കെ പോട്ടെ, അതിൽ തന്നെ ഞാൻ മെയിൻ പറയുന്നത് കലശം ആടുന്ന കലശത്തിൽ എന്തുണ്ടായിട്ടാണ്? അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ പോയിട്ട് അമ്പലത്തിൽ പോയി തീർത്ഥം കുടിക്കണോണ്ട് വല്ല പ്രയോജനം ഉണ്ടോ? ഇനി അവിടുത്തെ എനർജിയെ കിട്ടണമെങ്കിൽ ഓക്കെ, തീർത്ഥം കുടിക്കണമെന്നില്ല. അപ്പൊ പറയണത് വാട്ടർ ഹാസ് മെമ്മറി എന്ന് പണ്ടേ മുതലേ നമ്മളുടെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. ഇനി ഇതിന്റെ വേറൊരു സംഭവം ഞാൻ പറയാം. വാട്ടർ ഹാസ് മെമ്മറി എന്ന് ഈ കൾച്ചർക്കായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തില് ജർമ്മൻസ് ഇത് ബിലീവ് ചെയ്യുന്നുണ്ട്. ഹാനിമാൻ മെഡിസിൻ ഉണ്ടാക്കിയപ്പോൾ, ഹോമിയോ മെഡിസിൻ ഉണ്ടാക്കിയപ്പോൾ, അതിന്റെ ഇടയിൽ ഒന്നുകൂടി പറയാം, ഹോമിയോ മെഡിസിൻ എല്ലാ രാജ്യക്കാരും അംഗീകരിക്കുന്നില്ല, ചിലവരും അംഗീകരിക്കുന്നില്ല. ഞാനും പറയാ ഏറ്റവും എഫക്റ്റീവ് ഇംഗ്ലീഷ് മെഡിസിൻ ആണെന്ന് പറയും. കാര്യം ദാറ്റ് ഈസ് റിയൽ കെമിക്കൽ, ഇറ്റ് ഹാവ് ഇറ്റ്സ് ഓൺ എഫക്ട്, ഡയറക്ട്ലി എഫക്ട് ഓൺ മൈക്രോബ്സ്. എങ്കിലും നമ്മളുടെ സമൂഹത്തിലെ ഇത്ര ശതമാനം പേര്, പല ശതമാനം ആളുകൾ ഹോമിയോ മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഈ ഹോമിയോ മെഡിസിൻ എങ്ങനെ പവർഫുൾ ആക്കണ? ഹോമിയോ മെഡിസിൻ ആൽക്കഹോളിലിട്ട്, ഇപ്പൊ ഏതെങ്കിലും ഒരു മെഡിസിൻ, ഇപ്പൊ റോൾഫിയ സെർപെന്റിയാന ഒരു മെഡിസിന്റെ പേരാണ്. നമ്മളിവിടെ സർപ്പഗന്ധി എന്നൊക്കെ പറയില്ലേ, പ്രഷറിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ്. ഇത് ഉണ്ടാക്കാൻ എങ്ങനെയാ? മദർ ടിങ്ചർ ഉണ്ടാക്കിയ. ഇപ്പൊ നമ്മള് കഴിക്കണ അശ്വഗന്ധ ഉണ്ടല്ലോ, അശ്വഗന്ധ എന്ന് പറയുന്ന സാധനം ഒരു മെഡിസിൻ ആണ് അവരുടെ. നമ്മുടെ ചക്കരക്കൊല്ലി എന്ന് പറയുന്ന സാധനമില്ലേ, അതൊരു മെഡിസിൻ ആണ്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ പഴയ കാലത്ത് ഇപ്പൊ ഞങ്ങളൊക്കെ പറയുന്ന സിദ്ധ മെഡിസിനിൽ അർക്ക വിധി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിന്റെ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ്. അർക്ക ഉണ്ടാക്കണമെങ്കിൽ ശരിക്കും അത് ഡിസ്റ്റിൽ ചെയ്യണം, വാറ്റിയെടുക്കണം. ഇത് വാറ്റാതെ തന്നെ പ്യുവർ ആൽക്കഹോളിൽ 100% ആൽക്കഹോളിൽ ഇട്ട് വെക്കും. അപ്പൊ ഇതിന്റെ എനർജി, ഇതിന്റെ മെയിൻ സംഭവം എനർജി മാത്രമല്ല, ഇതിന്റെ മെഡിസിനൽ വാല്യൂ ഈ ആൽക്കഹോളിൽ കലരും എന്ന് പറയുന്നത്. ഇപ്പൊ പാഷാണം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് പാഷാണം നമ്മള് ഹോമിയോയില് മെയിൻ മെഡിസിൻ അല്ലേ, ആഴ്സനിക് ആൽബം എന്ന് പറയും. അതിന്റെ 30യോ 60യോ ഒക്കെ ആ കണ്ടന്റ് ഉള്ളത്, അതിന്റെ ആ വാല്യൂ വരുന്ന സംഭവം ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ ഈ ആഴ്സനിക് ആൽബ 30, അല്ലെങ്കിൽ റെക്സ്റ്റോസ്, ബാക്ടീഷ്യ, നക്സോമിക്ക, ഈ മെഡിസിൻ നക്സോമിക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കാഞ്ഞിരം. ഈ കാഞ്ഞിരത്തിന്റെ മദർ ടിങ്ചർ ഉണ്ടാക്കി ഇത് മെഡിസിനിലാക്കി ഒരു 100ഓ ഒരു 200ഓ അല്ലെങ്കിൽ 30ഓ മെഡിസിനൽ വാല്യൂലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം ടാപ്പ് ചെയ്യണം. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിങ്ങനെ കുലുക്കി 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 ടാപ്പ് ചെയ്ത് അതിനെ നേർപ്പിച്ച് വീണ്ടും വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്ത് നേർപ്പിച്ചുണ്ടാക്കണം. അതിൽ അവരുണ്ടാക്കുമ്പോൾ അവര് ഞാൻ കഴിഞ്ഞ എന്റെ കളരിയുടെ ചാനലിലെ ഒരു വീഡിയോയിൽ പറയണ്ടായി ഈ സിദ്ധറുകളുടെ ഈ മുദ്രയെ പറ്റി. അവര് അതിനെ എനർജൈസ് ചെയ്യാണ് ചെയ്യുന്നത്, ഒരു കോസ്മിക് എഫക്റ്റ് അതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. ജർമ്മൻസ് ഇത്തരത്തില് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. അവരുടെ മെഡിസിനിലേക്ക് ഒരു കോസ്മിക് എഫക്റ്റ്, ഒരു അസുഖത്തെ സൂത്ത് ചെയ്യാൻ കണക്കാക്കിയിട്ടും കൊടുക്കുന്നു. അപ്പൊ വാട്ടറിന്റെ അകത്തേക്ക് എനർജി, ആൽക്കഹോളിലേക്ക് എനർജി ഇത് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാമോ ഈ കൈവശം ഉണ്ടാക്കുന്നത്? ഞാൻ കുറെ വർഷം കുലാചാര സമ്പ്രദായം, അതായത് മാന്ത്രിക പരമ്പര, ദ്രാവിഡ മാന്ത്രിക പരമ്പരയിൽ പഠിക്കുകയും ഈ കൈവശം, എന്റെ ഗുരുക്കന്മാരൊക്കെ കൈവശം ഉണ്ടാക്കുമായിരുന്നു. കൈവശം ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് അറിയാത്തവർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? അതിന്റെ മെയിൻ കോൺസെപ്റ്റ് തന്നെ പറയുന്നില്ല, എന്താ മന്ത്രം പറയുന്നില്ല, എന്തായാലും കെട്ടി അവിടെ ഇവിടെ കെട്ടി, ഇന്ന സ്ഥലത്ത് കെട്ടി, ഇന്നത് കെട്ടി, മൂലാധാരം അത് ഇത് ഇന്ന ചക്രങ്ങളെയും കെട്ടി, ദിക്പാലകന്മാരെയും കെട്ടി, ഇത് കഴിക്കുന്നവന്റെ ആ സകലമാന ഇതും കെട്ടി എന്നുള്ള തരത്തിലുള്ള മന്ത്രങ്ങൾ ഇതിലേക്ക്. അതായത് നിങ്ങൾ കേട്ട അഫർമേഷൻ, വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയുന്ന, ഇപ്പൊ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സീക്രട്ട് പോലുള്ള ബുക്കുകളിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ എക്സ്പ്ലനേഷൻസ്, ഇതിനൊക്കെ മുന്നേ സിദ്ധറുകൾ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. കാരണം ഒരു പൂജ ചെയ്യുമ്പോ, താന്ത്രിക പൂജ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ സങ്കല്പമാണ് പറയുന്നത്. ഗോത്രസ്യ ശർമ്മണഹ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ സങ്കല്പം, ഇന്ന വാരെ ഇന്ന വർഷ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഈ പൂജ ഇന്നതിന് ബലിക്കട്ടെ
എന്ന് പറഞ്ഞിട്ടാണ് പൂജകൾ ചെയ്യണം. അപ്പോഴും സങ്കല്പം ഈ ഇതേപോലെ ഇതിലേക്ക് ശക്തി കൊടുക്കുന്ന അത്ര ശക്തമായ സങ്കല്പ ശക്തിയാണ് ഇതിലേക്ക് കൊടുക്കുന്ന. അപ്പോ ഇപ്പോ റെയ്ക്കി, പ്രാണി ഹീലിംഗ്, തേർഡ് ഐ, അക്യുപഞ്ചർ, അക്യുപ്രഷർ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കോസ്മിക് EFT അത് കാണാഗുണ എന്ത് സാധനം ആയിക്കോട്ടെ, ഇതിലൊക്കെ ഈ തോട്ടിന്റെ പവറിനെ കുറിച്ച് പറയണ്ട. ഈ തോട്ട് പവർ കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കണം. എന്തായാലും അത് എന്തൊക്കെ മരുന്ന് വെച്ചാണ് എങ്ങനെയൊക്കെ ഉണ്ടാക്കണേ എന്നൊക്കെ ഉള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ പറഞ്ഞത്. ഇത് ഉണ്ടാക്കുമ്പോ കൊടുത്ത് ഇത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആളെ കൊല്ലാനായിട്ടാണ് കൊടുക്കണം. ഇത് ഇവന്റെ ബ്രെയിനെ, ഇവന്റെ തോട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കൊടുക്കും. വശ്യ ഈടാണ് കൊടുക്കണമെങ്കിൽ, വശ്യ ഈട് എന്ന് പറഞ്ഞാൽ വശീകരിക്കാൻ വേണ്ടി ഈട് കൊടുത്താൽ, ഈടെന്ന് പറയും ഞങ്ങൾ മലയാളത്തിൽ, കുലാചാരത്തിൽ ഈടെന്ന് പറയും. വശീകരിക്കാൻ ഈട് കൊടുത്താൽ വശീകരിക്കപ്പെടുന്നു. അവന്റെ ബ്രെയിനിൽ ചിത്തം എന്താണെന്ന് മനസ്സിലാക്കണം. അതിന് ചിത്തം ഒന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. നിങ്ങൾക്ക് ചിത്തം എന്താണെന്ന് അറിയണമെങ്കിൽ, ചിത്തന എന്താണെന്ന് അറിയണമെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാല് ഒറിജിൻ ഓഫ് തോട്ട് എന്ന് തന്നെ പറയാം. ഇൻ യുവർ ബോഡി ദർ ഇസ് എ പോർഷൻ ഇൻ യുവർ ബ്രെയിൻ ഫ്രം വെയർ യുവർ തോട്ട് ആർ ഒറിജിനേറ്റിംഗ്. നിങ്ങളുടെ ചിന്ത ഉദയം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ചിന്ത ഉദയം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മെമ്മറി ആവശ്യമാണ്. നിങ്ങൾ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്ത ഒരു സ്ഥലത്ത് ചിന്തയിരിക്കുന്നുണ്ടാവും. ചിന്തയിരിക്കുന്ന ബ്രെയിനിൽ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്താണ് നിങ്ങളുടെ മെമ്മറി. ആ മെമ്മറി വെച്ചിട്ടാണ് നിങ്ങൾ ചിന്തിക്കണം. എവറിഥിങ് ഈസ് മെമ്മറി. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത ആ മെമ്മറിയിൽ നിന്നിട്ടാണ് നിങ്ങൾ പുതിയ കാര്യങ്ങൾ കണക്ട് ചെയ്ത്, ഇന്റർകണക്ട് ചെയ്ത് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കണം. എന്നാൽ ആ മെമ്മറിയുടെ സെന്ററിലേക്ക് ഒരു സാധനം ഇട്ടു കൊടുക്കുക എന്ന് പറയും. ചിത്തത്തിലേക്ക് ഇട്ടു കൊടുക്കുക. മനസ്സിലേക്കല്ല, ബുദ്ധിയിലേക്കല്ല, അഹങ്കാരത്തിലേക്കല്ല, ചിത്തത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇത് ബാധിക്കുന്ന എവിടെയാ? വേർ ദ തോട്ട് ഒറിജിനേറ്റ്സ്. അവിടെ ഈ സാധനം വരുമ്പോൾ നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. ഇൻഫ്ലുവൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കാം. ഇൻഫ്ലുവൻസ്ഡ്, അതിനെ വശീടുന്ന് പറയും. ചില സ്ത്രീകള് പുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി കൊടുക്കാം, പറയണ കേൾക്കാൻ വേണ്ടി കൊടുക്കാം. പുരുഷന്മാര് സ്ത്രീകൾക്കും കൊടുക്കാം ഇതേമാതിരി. അതേപോലെ ഒരാള് വശപ്പെട്ട് നിൽക്കണം, അട്രാക്ട് ആവണമെങ്കിൽ കൊടുക്കും. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിന് അട്രാക്റ്റഡ് ആവാൻ കൊടുക്കും. അല്ലാണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം വരുമ്പോഴല്ല. ഇത് നശിപ്പിക്കാൻ കൊടുക്കാൻ പറ്റില്ല എന്നില്ല, നശിപ്പിക്കാൻ കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇത് അകത്ത് കിടക്കുമ്പോൾ, ഈ സാധനം കറക്റ്റ് അകത്ത് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ്, ഫസ്റ്റ് ഇറിറ്റേഷൻ ബോഡിയിൽ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇറിറ്റേഷൻ ബോഡിയിൽ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിന് ഒരു ഇതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബ്രഹ്മചാരി അല്ലെങ്കിൽ ഒരു 90 ദിവസം ബ്രഹ്മചര്യം നോക്കാനാണ് നമ്മൾ ആദ്യം തന്നെ പറയാറ്. അപ്പൊ നിങ്ങളുടെ ചക്രാസ്, നാഡികളൊക്കെ ശരിയാവും എന്ന് പറയും. അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ 72 ദിവസം നോക്കാനാണ് നല്ല മാന്ത്രികന്മാർ പറയുന്ന. ഇതിനൊരു സംഭവം കൂടി, ഇത് ലോജിക്കൽ, ഞാൻ ചില സ്റ്റഡീസ് നടത്തിയപ്പോൾ കണ്ടെത്തിയതാണ്. ഇൻ യുവർ ബോഡി, if you do not ejaculate your sperm, it may persist up to 74 days. That means round up 72 days. It may change person by person. അപ്പൊ ഈ 72 ദിവസം നിൽക്കാൻ സാധ്യതയുള്ള ആ നിങ്ങളുടെ ശക്തി, ഓജസ്സിനെ നിങ്ങൾ പിടിച്ചു നിർത്തി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് വയറുവേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആണ് മരുന്നീര് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് മരുന്നീര് കിട്ടിക്കഴിഞ്ഞ് ചില ക്ഷേത്രത്തിൽ പോയി ഛർദിച്ചാൽ മാറുന്നത്? ഞാൻ ഛർദിക്കാനൊന്നും പറയൂല കേട്ടോ, ഞാൻ അതിന്റെ ഒരു ലോജിക്കൽ കൺസേൺ പറയുന്നതാണ്. അങ്ങനെ മാറുന്നത് എന്തുകൊണ്ടായിരിക്കും? അവര് അതിനെ ഇത് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് നീലകണ്ഠ മന്ത്രങ്ങളും പ്രോം ആദി മന്ത്രങ്ങളും കൂട്ടി 2 കെട്ട് കെട്ടി മന്ത്രങ്ങളെ കൊണ്ട് ഈ ചെടികൾ കൃത്യമായിട്ട് വടക്കോട്ട് പോയിട്ടുള്ള ചെടിയുടെ വേരും ചില പ്രത്യേക ചെടികൾ, വൃക്ഷങ്ങളെ എല്ലാം കാപ്പൊക്കെ കെട്ടിയിട്ടൊക്കെയാണ്, പറിച്ചിട്ടൊക്കെയാണ് ഇതിന് മരുന്നൊക്കെ ഉണ്ടാക്കണത്. യഥാർത്ഥത്തില് നമ്മളൊക്കെ ഇതിന് ഞങ്ങളുടെ ഗുരുപരമ്പരയിൽ മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഒരു കാലം ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ ആയിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന. അതുകൊണ്ട് ആ തരത്തിൽ കൊടുക്കുമ്പോൾ അത് മാറുകയും ചെയ്യും. അത് അനുഭവമല്ലേ. പ്രശ്നം വരുമ്പോൾ മാറും. അപ്പൊ ഇത് നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇതിനി ഞാൻ പറഞ്ഞു വരുന്നത് കൈവശം ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ. കൈവശം പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് പോയി ഛർദ്ദിക്കുമ്പോൾ മാറുന്നില്ലേ? ഇപ്പൊ നമ്മളൊന്നും കൊടുക്കാറില്ല കേട്ടോ. നമ്മളിപ്പോ ഇതിന് മരുന്നൊന്നും കൊടുക്കാറില്ല.
കാര്യം അതിന് പല പ്രശ്നങ്ങളുണ്ട്. മരുന്ന് കൊടുക്കാനൊന്നും ആർക്കും ഒരു അനുവാദമില്ല. ഒരാൾക്ക് ഇന്റേണൽ ബോഡിയിൽ കൊടുക്കാൻ ഒരു അവകാശമില്ല. ഞാനൊരു കളരി ഗുരുക്കളാണെങ്കിൽ പോലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ ബോഡി ചില മസാജുകളും മറ്റുള്ള കാര്യങ്ങളും മർമ്മ തെറാപ്പികളൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിലും ഇന്റേണൽ നമ്മൾ മെഡിസിൻ കൊടുക്കാറില്ല. കാരണം ഇന്റേണൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് സ്റ്റഡീസ് നടത്തിയതായിരിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പോയി ഛർദ്ദിക്കാനൊന്നും ഞാൻ പറയില്ല. ഞാൻ പറയണത് അങ്ങനെ അതിന്റെ കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റ് അനുസരിച്ച് ഇത് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാ. ഇതുണ്ടെങ്കിൽ ഇതിൽ ഒരു എനർജി കയറ്റിയിട്ടാണ് ചെയ്തു തരുന്നത്. ഇനി മരുന്നില്ലെങ്കിലും മാന്ത്രികന്മാര് വിഷം ഊതി ഇറക്കും എന്ന് പറയുന്നത് ഇതിലേക്ക് വിഷം ഹന ദഹദഹ പച്ച പച്ച എന്നൊക്കെ പറയുന്നുള്ള കെട്ടുമന്ത്രങ്ങളൊക്കെ ജപിച്ച്, ദഹന മന്ത്രങ്ങളൊക്കെ ജപിച്ച് 1000-10,000 പ്രാവശ്യമൊക്കെ കുത്തിരുന്ന് ജപിച്ച് ഇതിലേക്ക് അതായത് ഒരു നമ്മുടെ ചക്രനാടികളിലേക്ക്, കോസ്മിക് ബോഡിയിലേക്ക്, ചിത്തത്തിലേക്ക് എന്തെങ്കിലും നെഗറ്റീവ്സിനെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ദഹിച്ച് പോട്ടെ എന്ന് മന്ത്രം ജപിച്ച് ഇട്ടിട്ട് അത് കഴിക്കുമ്പോൾ ആ സാധനങ്ങൾ പോകും എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതിലൊന്നും ബിലീവ് ചെയ്യണമെങ്കിൽ ജ്യോതിഷത്തിന് പ്രശ്നം വെക്കാൻ പോകണ്ട. വിഷം ഉണ്ട് എന്ന് പറയുന്നതിന്റെ ആ ഒറ്റ പ്രമാണത്തിലാണ് ദൈവകോപം, ധർമ്മദൈവകോപം, പിതൃകോപം, ഫണികോപം, ബ്രാഹ്മണെ പ്രേതബുദ്ധി ഇതൊക്കെ പറയുന്നത്. അപ്പൊ പ്രശ്നം വെക്കാൻ പോകണ്ട. അങ്ങനെയാണ് നിങ്ങൾ ജാതകം മാത്രം നോക്കുന്ന അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ പ്രശ്നം വെക്കണ്ടെന്ന് പറയുള്ളൂ. പ്രശ്നം വെച്ചോ, ഇത് പ്രശ്നം തന്നെയാണ്. പ്രശ്നം വെക്കുന്ന ആളുകൾ പറയുമ്പോൾ സൂക്ഷിക്കണമെന്ന് ഗുരുക്കന്മാർ പറയാറുണ്ട്. കാരണം ഇതിനൊരു എഫക്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ, ആ എഫക്റ്റിന്റെ പേരാണ് ഡിഫൻസ് മെക്കാനിസം. സൈക്കോളജിയിൽ പറയുന്നതാണ് ഡിഫൻസ് മെക്കാനിസം. അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ഞത്ത്, അല്ലെങ്കിൽ അപ്പുറത്തെ ചേട്ടൻ കൂടോത്രം ചെയ്തുകൊണ്ടാണ് ഞാൻ നശിക്കണേ എന്നുള്ള ഇത്. അതായത് നമ്മൾ ചെയ്യുന്ന, ഉദാഹരണം പറഞ്ഞാണ്, നമ്മൾ ചെയ്യുന്ന ഒരു ബാഡ് ആക്ഷന്റെ ഫലം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ടല്ല, മറ്റുള്ളവർ നമുക്കിട്ട് പണി വെച്ചിട്ടാണ് അത് അനുഭവിക്കണമെന്ന് പറയുന്നത് ഒരു ഡിഫൻസ് മെക്കാനിസം. നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ വെറുതെ ഇരുന്നിട്ട് നമ്മൾ രക്ഷപ്പെടാത്തതിന് കാരണം മറ്റുള്ളവർ നമുക്കിട്ട് കൂടോത്രം ചെയ്യുന്നതാണെന്നോ അല്ലെങ്കിൽ അവന്റെ കണ്ണാണെന്നോ അതാണോ ഇതാണെന്നൊക്കെ പറയുന്ന ഡിഫൻസ് മെക്കാനിസമാണ്. സൈക്കോളജി അറിയാവുന്നവർക്കറിയാം. അത്തരത്തിൽ ചെയ്യുന്നത് മോശമായ പ്രക്രിയയാണ്. അങ്ങനെ നെഗറ്റീവായി പോകരുത് നിങ്ങൾ. ഒന്നില്ലെങ്കിൽ ഇത് നോക്കാതെ ഇരിക്കുക. ഡോണ്ട് ബിലീവ് ഇൻ അസ്ട്രോളജി. ഇഫ് യു ബിലീവ് ഇൻ അസ്ട്രോളജി, ഇത് നല്ലവണ്ണം ശരിക്കും അറിയാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോയി പ്രശ്നം വെച്ചൊക്കെ നോക്കുക. ഇപ്പൊ വായി തോന്നണോണം പറയുന്നിടത്തും പ്രശ്നം വെച്ചിട്ട് കാര്യമില്ല. പിന്നെ പ്രശ്നം ഈ ഉരുട്ടുക എന്ന് പറഞ്ഞാൽ, ഞാൻ പല ആൾക്കാരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എവിടെ ഇരുന്ന് ഉരുട്ടിയിട്ട് അവന്റെ ഫലം നിങ്ങളെങ്ങനെ പറയണ? നിനക്ക് കിട്ടുന്ന രാശി കറക്റ്റ് ആയിരിക്കണമെന്നുണ്ടോ? അതും ഒരു പ്രശ്നമാണ്. നിങ്ങൾ ഒരാളുടെ അടുക്ക പ്രശ്നം വെക്കാൻ ചെല്ലുമ്പോ അവൻ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കുന്ന ഒരു ആരൂഢം വെച്ചിട്ടാണ് ഈ 4-ലോ 5-ലോ 7-ലോ 8-ലോ ഗുളിക നിൽക്കുമ്പോ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് അവൻ പറയണത്. അവന്റെ ആരൂഢം തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ പ്രശ്നം വെക്കാൻ പോണേക്ക് മുമ്പ് നിങ്ങൾ ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറയണ്ട. നിങ്ങളിവിടെ പ്രശ്നം ചെല്ലുമ്പോ തന്നെ, അയ്യോ എനിക്ക് ഇന്ന പ്രശ്നം ഉണ്ടാവും, കൂടോത്രം ചെയ്തതാണ്, അതാണ് ഇതാണെന്നൊക്കെ തോന്നണമെന്ന് പറയണ്ട. പിന്നെ ഒരു പ്രശ്നമുണ്ട് ഇതില്. ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% അപ്പാവികളെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഫിനാൻഷ്യൽ പ്രോബ്ലം ആണെന്ന്. 90% ആൾക്കാർക്ക് ഒന്നല്ലേ ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ ശത്രുദോഷമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തിക്കെട്ട് പ്രശ്നമായിരിക്കും. അപ്പോഴാണ് ഇവര് പോണത്. ശത്രുദോഷം ആകുമ്പോഴാണ് എല്ലാം, ശത്രുദോഷം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോണത്. നിങ്ങളുടെ മനസ്സിൽ ഒരാള് ശത്രു ദോഷം ചെയ്തോ എന്ന് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അവനിൽ ട്രസ്റ്റ് ഇല്ല, വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ. നിങ്ങൾക്ക് അവനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അവനെ അവിശ്വസിക്കുമോ? നിങ്ങളുടെ ഇന്നാളെ ഒരാളെന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞേ, ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ അവന്റെ ലക്ഷണം അനുസരിച്ചിട്ട് പ്രശ്നമായിരുന്നു. വരുമ്പോ തന്നെ പ്രച്ഛാനെടുക്കുമ്പോൾ മാർഗമന്ദിരഗതി വെച്ചിട്ട് പ്രശ്നമാണ്. ഞാൻ ജ്യോതിഷം നോക്കുന്നത് കാരകത്വം കംപ്ലീറ്റ് എടുക്കും. ഞാൻ എന്റെ ഓഫീസിലേക്ക് കയറി വരുമ്പോ അയാളുടെ കൂട്ടുകാരൻ പുക വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോ പെട്ടെന്ന് ആയിട്ട് വന്ന്, അപ്പൊ തന്നെ പുകവലിക്കുക എന്ന് പറഞ്ഞാൽ രാഹുവിന്റെ കാരകത്വമാണ്, സർപ്പത്തിന്റെ കാരകത്വം. ഞാൻ പറഞ്ഞു, ചേട്ടാ പ്രശ്നം വെക്കാനൊന്നും പറ്റില്ല കേട്ടോ, നോക്കാനൊന്നും പറ്റില്ല. അപ്പൊ പറഞ്ഞു, അതല്ല സ്വാമി, എന്നാ നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞു വിട്ടാ, എന്താ സുഹൃത്തില്ലേ, കളരിയിൽ നടന്ന സുഹൃത്ത് പറഞ്ഞു വിട്ടതാ,
ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാൽ എന്ത് മാറ്റിത്തരും എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് മാറ്റിത്തരുന്നു? അല്ല എന്നാ ഒരു ശാന്തി പറഞ്ഞു, നിങ്ങൾക്ക് കൈവശം കിട്ടിയൊക്കെയാണ്, അതും നിങ്ങളുടെ മരുമോനാണ് ചെയ്തേക്കണത്, എന്റെ ജിന്നില് കൂട്ടിക്ക് കലർത്തി കൈവശം കൊടുത്തേക്കാണ്. ഞാൻ പറഞ്ഞു പൊന്നിയേട്ടാ ചേട്ടൻ ഇതൊന്നും നമുക്കിപ്പോ നടക്കുന്ന കേസല്ല, ചേട്ടൻ എനിറ്റോളാൻ പറഞ്ഞു. കാര്യം അയാളെ കാണുമ്പോ തന്നെ സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായിട്ട് സൈക്കോണ് അയാള്. അയാളുടെ മൈൻഡിൽ അത് കയറിപ്പോയി. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മളുടെ ബ്രെയിനിൽ മെമ്മറി ആയിട്ട് കിടക്കും. അത് ശരിക്കും മെമ്മറി, നമ്മുടെ ഡീപ്പ് മെമ്മറിയിലേക്ക് പോയി അത് അവിടെ തന്നെ കിടക്കും. നിന്നോട് ഒരാൾ പറയണത് നിനക്ക് കൈവശം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് നീ വിശ്വസിച്ചോ? വിശ്വസിക്കുന്നത് മെമ്മറി പോവും. ഒരു കാര്യം കൂടി ആലോചിച്ചോ, വിശ്വസിക്കുന്നത് ഡീപ്പ് മെമ്മറി പോവും. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിന്റെ ചിന്ത. അതുകൊണ്ട് ഒന്നിലേ നീ ഇത് വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ നിന്റെ മെമ്മറി കിടക്കും. നിന്റെ മെമ്മറി കിടക്കുന്നത് വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള നിന്റെ പിന്നീടുള്ള ആക്ഷൻസ്. അതുകൊണ്ട് കൈവശം നിന്റെ ഇപ്പൊ അമ്മാവനോ അമ്മായിയോ അപ്പൂപ്പനോ അമ്മൂമ്മയോ അച്ഛനോ അമ്മയോ വീടിന്റെ അടുത്തുള്ള ചേട്ടനോ പിന്നെ കൂട്ടുകാരന്റെ പെങ്ങളോ കൂട്ടുകാരന്റെ ഭാര്യയോ ഒക്കെ തന്നെന്നൊക്കെ പറഞ്ഞാൽ നീ വിശ്വസിച്ചോ, നിനക്ക് അവരിൽ ട്രസ്റ്റ് ഇല്ലാന്നാണ് സത്യം. നിനക്ക് അവരിൽ വിശ്വാസം ഇല്ലാന്നാണ്. നിനക്ക് അവരിൽ വിശ്വാസം ഇല്ല പിന്നെ അങ്ങോട്ട് പോകരുത്. അവരുടെ നിന്ന് വെള്ളം ഒന്നും കുടിക്കരുത് വിശ്വാസം ഇല്ലാത്തടത്തോളം കാലം. അത് ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ വിശ്വസിക്കണം, അല്ലെ കൈവശം ഉണ്ട് ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കുക. ഞാനൊന്നും ഫുഡൊന്നും ഒരു സ്ഥലത്തും കഴിക്കില്ല. മാത്രമല്ല എന്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഇത് പറയാൻ പാടില്ല ഓപ്പണില്, പലപ്പോഴും ഒന്നും കൊടുക്കാറില്ല. കാര്യം മന്ത്രവാദിന്നും ജ്യോത്സ്യനും കളരി ഗുരു എന്നൊക്കെ പേരുള്ളതുകൊണ്ട് ഇനി നമ്മളായിട്ട് വല്ലതും കൊടുത്ത് വല്ല കൈവശം കൊടുത്തെന്നുള്ള ചിന്ത ആൾക്കാർക്ക് വരാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വല്ല ഹോട്ടലിനെ കൊണ്ടുപോയി ഫുഡൊക്കെ മേടിച്ചു കൊടുക്കും. നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യാറ്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് പറഞ്ഞാൽ കൈവശം എന്നുള്ളൊരു വിഷയത്തെ പറ്റിയുള്ള ചിന്തയാണ്. നമ്മളിൽ ട്രസ്റ്റ് ഇല്ലാത്ത ആളുകള്, നിങ്ങളിൽ ട്രസ്റ്റ് ഇല്ലാത്ത ആളുകള് ആണ് നിങ്ങൾ അവർക്ക് കൈവശം ചെയ്തെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അത്ര ട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം നിങ്ങൾ ഫുഡ് കൊടുക്കാതല്ലേ. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഇത് കഴിക്കല്ലേ, ഫുഡ് വഴിയല്ലേ. ഇനി അടുത്തൊരു വിഷയം കൂടി ഉണ്ട്. ഹോട്ടൽ പോയി ഫുഡ് കഴിച്ചാലും കൈവശം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അവരും വശ്യയിടുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി വീട്ടിൽ പോയി ഹോട്ടലിൽ പോയി കഴിക്കുക. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം കട്ട് ചെയ്ത് ഒന്നും ഇത് ചെയ്യല്ലേ. ചെയ്താലും എനിക്ക് പുല്ലാണ്, അത് വേറെ വിഷയം. ഞാൻ പറയുന്ന ലോജിക്ക് എന്താന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ, ലോജിക്കലിയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്താൽ എന്താ കുഴപ്പം? കുറെ ആളുകൾ എന്റെ കടയിലേക്ക് വരട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യാൻ പാടില്ലേ? ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്തൊക്കെ പണ്ട് വരുമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വാമി എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നെ ആൾക്കാരെ വരുത്താനായിട്ട് പഞ്ചസാര ജപിച്ചു തരും. ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നേ മാന്ത്രികരുടെ ഇടയിലേ. നമ്മളെ ആ മാന്ത്രികം താന്ത്രികം ഒക്കെ ചെയ്യുന്നോണ്ട് നമുക്കറിയാന്നേ. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. ഇത് വലിച്ചാലും വലിച്ചില്ലെങ്കിലും വല്ല പഞ്ചസാരയൊക്കെ ഓതി കൊടുത്താൽ അത് കോസ്മിക് ലെയറിൽ കിടന്നു കഴിഞ്ഞാൽ അത് കൈവശമാവില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ കൈവശത്തിന് മുൻകരുതൽ എടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പരമാവധി ട്രസ്റ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് മാത്രം കഴിക്കുക. ഞാൻ പുറത്തുനിന്ന് ആഹാരം കഴിക്കുകയാണ്, ഒരു പട്ടണത്തെ കടയിൽ നിന്ന് കഴിക്കൂ, അവിടെ നിന്ന് മാത്രം കഴിക്കുള്ളൂ. കാര്യം എനിക്ക് അവർ ട്രസ്റ്റാണ്. കാരണം അവരവിടെ നിന്നിട്ട് അപ്പം ഉണ്ടാക്കി തരുന്നു, അവരും കഴിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് യാതൊരു ബന്ധുക്കളുടെ വീട്ടിൽ പോയാലും ഞാൻ കഴിക്കാറില്ല. അല്ലെങ്കിൽ അത്ര വിശ്വാസമുള്ളവർ ഉണ്ടാക്കി തരുമ്പോൾ കഴിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ആ പ്രശ്നം തീർന്നില്ലേ? ആ കൈവശാകത്ത് നിന്നുള്ള പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾക്കിതിൽ വിശ്വാസം ഇല്ലാതിരിക്കുന്നതാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാതിരിക്കുക. എന്ത് ദേവർവ ധർമ്മദൈവേ പിതൃ പണിപിർ മറ്റേത് മറിച്ചത് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഒറ്റ പ്രമാണത്തിന്റെ ഭാഗമാണ്. ഏതെങ്കിലും ഒരു ജ്യോതിഷര് കുറച്ച് മാത്രം എടുത്തിട്ട് ബാക്കി എടുക്കാതിരിക്കുകയാണെങ്കിൽ അതെന്ത് പരിപാടിയത്? ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ളതല്ലേ. അങ്ങനെയാണെങ്കിൽ ദൈവികമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാന്നാണോ? ഇതൊക്കെ ഇങ്ങനെയൊക്കെ ലോജിക്കലി ഞാൻ ചോദിക്കുന്നതാണ്. ഇത് സാധാരണ ആൾക്കാരും ചിന്തിക്കുന്ന കേസ് തന്നെയാണ്. എന്നാലും ഒരു പോസിറ്റീവ് മെത്തഡ് ഓഫ് അസ്ട്രോളജിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവായ കാര്യങ്ങളൊക്കെ മാത്രം പറഞ്ഞ് ഒരാളെ ഇതാക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ അപ്പോഴും ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ, അതായത് ഒരാളുടെ വാട്ടർ കണ്ടന്റ്, ഏതെങ്കിലും ഒരു വാട്ടർ കണ്ടന്റിലേക്ക് മന്ത്രമൊക്കെ ജപിച്ച് ചക്രങ്ങളിലേക്കും ബ്രെയിൻ്റെ ചിത്തത്തിലേക്കൊക്കെ കൊടുത്ത് അവൻ ഇൻഫ്ലുവൻസ് ആയി നടക്കുന്നവനാണെങ്കിലോ അത് മാറ്റണ്ടേ? അപ്പൊ അങ്ങനെയും കൂടി ചിന്തിക്കണ്ടേ? അപ്പോ എല്ലാത്തിലും ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാണ്, ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ എല്ലാം തെറ്റായിട്ട് തോന്നും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. എങ്കിലും
പലപ്പോഴും ജ്യോത്സ്യന്മാര് ഈ കാര്യവും ശ്രദ്ധിക്കുക. കൈവശം നിന്റെ അമ്മൂമ്മ, അപ്പൂപ്പന, അച്ഛന, അമ്മ, മറ്റൊരു മറിച്ചൊരു അമ്മാവൻ തന്നിട്ടുണ്ട് എന്നൊക്കെ പറയാതിരിക്കുക. സത്യത്തില് ഇത് തീർച്ചയായിട്ടും ആ നല്ലവണ്ണം ഓടുന്ന കുടുംബങ്ങളെ സത്യമായിട്ടും തകർക്കും. അത് പല ജ്യോത്സ്യന്മാരും പറയുന്ന സത്യമാണ്. അത് പ്രശ്നം ഉണ്ടാക്കും, ഉറപ്പായിട്ടുണ്ടാക്കും, ഫാമിലിയെ തകർക്കും. ഈ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ നമുക്കും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ ആർക്കും ഒന്നും കൊടുക്കാത്തത്. അവൻ മന്ത്രവാദിയല്ല, അവന്റെ വീട്ടിൽ നിന്നും കഴിക്കില്ലട്ടാ, നിങ്ങളെ വശീകരിക്കാൻ വേണ്ടി വല്ലതും തരും എന്നൊക്കെ പറയും. കള്ള ജ്യോത്സ്യന്മാരൊക്കെ പറയും. ഇത് ചിലപ്പോ ഇത് കണ്ടെത്താനുള്ള പ്രമാണം പോയിട്ട് കൈവശം ഉണ്ടോന്ന് നോക്കാനുള്ള സംഭവം പോലും അറിയാത്തവന്മാരുണ്ടാവും. വേറെ വല്ല നാളികേര ഒട്ടിയോ വല്ല ഇതിലൊക്കെ നോക്കി മഷിയും മറ്റതൊക്കെ നോക്കിയിട്ടൊക്കെ തട്ടിവിടുന്നവരുണ്ടാവും. എന്ത് ചെയ്യാൻ പറ്റും? വളരെ കൃത്യമായിട്ട് ഇത് ആര് കൊടുത്തു എന്ന് അറിയാനായിട്ട് അവൻ അത്രയും നോളജ് വേണം. ഈ രാഹുവിനെയും ഗുളികനെയും നോക്കുന്ന ഗ്രഹത്തിന്റെ കാരകത്വം അത്ര ക്ലിയർ ആയിട്ട് തിരിച്ചറിഞ്ഞിട്ട് വേണം ഇത് തൂണ്ടിവിട്ടത് ആരാണെന്ന് കണ്ടെത്താൻ പാടുള്ളൂ. അത് ഏത് ഉറവാണ്? അത് ഇന്റർ കണക്റ്റഡ് ആണോ? ചാരസ്ഥിര ഉഭയരാശികളിലാണോ നിൽക്കുന്നത്? അത് ചന്ദ്രനാണെങ്കിൽ ഇന്ന ആളായിരിക്കും. അത് ചന്ദ്രനാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അമ്മ കൈവശം കൊടുത്ത് പറയാൻ പാടില്ല. അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ തട്ടിവിടലായിരിക്കും. അപ്പൊ അതുകൊണ്ട് പരമാവധി ജ്യോത്സ്യന്മാരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങളോട് നിന്റെ അമ്മാവൻ നിനക്ക് കൈവശം തന്ന് അല്ലെങ്കിൽ അമ്മായിയെ മറ്റേ പെണ്ണ് തന്നു പറഞ്ഞാൽ നീ വീണ്ടും ഒരു 2-3 പേരെടുക്കുക. ഈ കാര്യമേ പറയണ്ട. ഒരു പ്രശ്നം വെക്കാനുണ്ട്, ചില കാര്യങ്ങൾ അറിയാനെന്നും പറഞ്ഞ് പോയിട്ട് അവനും കൈവശം എന്ന് പറയണമെന്ന് ഇത് തന്നെ പറഞ്ഞ് വീണ്ടും ഒരു സ്ഥലത്ത് കൊണ്ട് പോയി നോക്കുക. വലിയ സംഭവമൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ പോയി നോക്കി ഇതിലെല്ലാവരും ഇത് തന്നെയാണ് പറയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇത് കേൾക്കാൻ നിനക്ക് ഒരു ദൈവവിധി ഉണ്ടാവും, ഇങ്ങനെ കേൾക്കാനും. അപ്പൊ നീ നിന്റെ സമയം കറക്റ്റ് ആണെന്ന് നല്ല ജാതകം കറക്റ്റ് റീഡ് ചെയ്യാവുന്നവർക്കുണ്ട്. ജാതകം നോക്കിക്കുക. അപ്പൊ ജാതകത്തില് നീ മാട്ടുന്ന സമയമാണെന്ന് വിചാരിക്കുക. രാഹുകേതു ഗുളിയനൊക്കെ ആണെങ്കിൽ ജ്യോത്സ്യനെ കൊണ്ട് നീ മാട്ടും എന്ന് പറയും. രാഹു ദശ ബുധന്റെ അപഹാരം. ബുധൻ രാഹുവിനെ പാപനായിട്ടുള്ള ബുധൻ 6-8-12 നിൽക്കണ ബുധൻ രാഹുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ രാഹുവിന്റെ ദശയിലാണെങ്കിൽ നീ ജ്യോത്സ്യനെ കൊണ്ട് നിനക്ക് പണി കിട്ടും. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ക്ലാരിറ്റിയിൽ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഈ കാര്യങ്ങള് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാനായിട്ട്. ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ്, എത്ര വർഷം പഠിച്ചാലും തീരാത്തൊരു സാധനമാണ്. അപ്പോ അത്രയും ഗ്രഹങ്ങളെ വേർതിരിച്ച് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പോയി നോക്കും. ഒന്നാമത്തെ കേസ്. അല്ലാണ്ട് അയാളുടെ അടുത്ത് നോക്കാൻ പോയി കഴിഞ്ഞാൽ നിസാര പൈസ കൊടുത്തോ മതി, എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി നോക്കാതിരിക്കുക. നല്ലോണം പഠിച്ചിട്ടുണ്ടോ അത്ര നല്ല ആൾക്കാരുടെ അടുത്ത് പോയി നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരാൾ ഇങ്ങനെ ദോഷം പറഞ്ഞാൽ 2-3 പേരുടെ അടുത്ത് നോക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ. എന്നിട്ടൊക്കെ ആരെങ്കിലും സംശയിച്ചാലൊക്കെ മതിയാവും. ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി ഇഷ്ടമാതിരി പറയാനുണ്ട്. അപ്പോ സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ കൈവശം ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ കൈവശം ഉണ്ട് എന്നാണ് ജ്യോതിഷത്തിൽ പ്രമാണം പറഞ്ഞിരിക്കുന്ന. അതെങ്ങനെ അറിയണമെന്ന് പറഞ്ഞാൽ 4, 5, 7, 8 ഗുളികനും രാഹുവും കൂടി ശത്രുവിന്റെ ദൃഷ്ടിയാൽ നിൽക്കുകയാണെങ്കിൽ കൈവശം തീർച്ചയായിട്ടും ഉണ്ടെന്നാണ്. അത് ആര് തന്നു എന്ന് പറഞ്ഞാൽ ഏത് ഗ്രഹമാണ് ഈ രാഹുവിനെയും ഗുളികനെയും നോക്കുന്നത് ആ ഗ്രഹത്തിന്റെ കാരകത്വം ഉള്ളവരായിരിക്കും കൊടുത്തുന്നുണ്ട്. അപ്പൊ ഇത് വിശ്വസിക്കണോ വേണ്ടെന്ന് പറഞ്ഞാൽ ഇത് മരുന്ന് രൂപത്തിലാണോ അഫക്ട് ചെയ്യണമെന്ന് അങ്ങനെയല്ല. ഇത് കോസ്മിക് ലെയറിലാണ് അഫക്ട് ചെയ്യണം. ഇത് ചിന്തയെ സ്വാധീനിക്കോ എന്ന് ചോദിച്ചാൽ ചിന്തയെ തീർച്ചയായിട്ടും ഇത് സ്വാധീനിക്കാം എന്നാണ് ജ്യോതിഷവും മാന്ത്രികവും പറയുന്നത്. ഇതെങ്ങനെ മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ കൈവശത്തിന് പ്രതിവശം എന്ന് പറയുന്ന കൈവശത്ത് ഇറക്കാനുള്ള വിഷമല്ല, കൈവശത്ത് ഇറക്കാനുള്ള വിഷസംഹാരിണി മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ടുള്ള സാധനങ്ങൾ കൊടുത്താൽ വിഷം മാറുമെന്നാണ് വൈപ്പ്. പിന്നെ ഇത് ചില ജ്യോതിഷന്മാര് ഇത് എടുത്തില്ലെങ്കിൽ അവർ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ട, മനസ്സിനെ കുഴപ്പമുണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടുള്ള ചിലരായിരിക്കും. എങ്കിലും ശരിക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഇത്തരത്തിൽ കൈവശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇത് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ജ്യോതിഷന്മാര് ചിലവര് അവർക്ക് തോന്നുന്ന മാതിരി ഒരു പ്രമാണത്തിൽ പറഞ്ഞത് മാത്രം എടുക്കുക, മറ്റു പ്രമാണത്തിൽ പറഞ്ഞത് ഇല്ല എന്നും പറയുന്നതും ശരിയാണോന്ന് നിങ്ങൾ മാത്രം ചിന്തിക്കുക. ഇത്രയുമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ അടുത്തൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗതീശ്വരായ നമഃ.